നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്നുണ്ടായ ഒരു വിവാദമായിരുന്നു മുൻ കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ കൂടിയായ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ പറ്റി ഗുരുതരമായ ഒരു ആരോപണം. ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് ദലാൽ നന്ദകുമാർ എന്ന ഇടനിലക്കാരനാണ്. ദലാൽ നന്ദകുമാർ ആരാണെന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. താൻ ദലാൽ നന്ദകുമാറാണെന്ന് അയാൾ തന്നെ സ്വയം അവകാശപ്പെടുന്നതാണ്. ഏതായാലും രാഷ്ട്രീയ രംഗത്ത് വലിയ പിടിപാടുള്ള ആളാണ് ദലാൽ നന്ദകുമാർ എന്ന് നമുക്കെവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പല നേതാക്കന്മാരുമായി അടുത്ത ബന്ധം, VS അച്യുതാനന്ദനുമായി പോലും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ദലാൽ നന്ദകുമാർ. ഏതായാലും ദലാൽ നന്ദകുമാർ അനിൽ ആന്റണിയെക്കുറിച്ച് ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. ഒരു അഭിഭാഷകനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ സമീപിക്കുകയും ആ അഭിഭാഷകന് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ, അതായത് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്, അതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപ വേണം എന്ന് പറയുകയും അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ നൽകുകയും, എന്നാൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് ആ പണം തിരികെ ചോദിച്ചപ്പോൾ അത് തന്നിരുന്നില്ല എന്നും പിന്നീട് പലരോടും സംസാരിച്ച് PT തോമസിനോടും PJ കുര്യനോടും ഒക്കെ താൻ ഈ വിഷയം സംസാരിച്ചിരുന്നുവെന്നും PJ കുര്യൻ AK ആന്റണിയെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും അക്കാലത്ത് ചില പ്രതിരോധ രഹസ്യങ്ങൾ അനിൽ ആന്റണി അവിടെ നിന്നും അടിച്ചു മാറ്റി വിറ്റു എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതിൻ്റെ എല്ലാം തെളിവുകളും നിജസ്ഥിതിയും ഒക്കെ തൻ്റെ കയ്യിലുണ്ട് എന്ന വാദമാണ് ദലാൽ നന്ദകുമാർ മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകൻ എന്ന് വന്നപ്പോൾ ഉയർന്നു കേട്ട ഒരു പേര് ശാസ്ത്രമംഗലം അജിത്തിൻ്റെതായിരുന്നു. ശാസ്ത്രമംഗലം അജിത്ത് ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്, നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹവുമായി ഉയർന്നു വന്ന ആരോപണങ്ങൾ വ്യക്തത വരുത്തേണ്ട അദ്ദേഹം തന്നെയാണെന്ന് പലവട്ടം നമ്മൾ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ആ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തി രംഗത്ത് വരികയാണ് ശാസ്ത്രമംഗലം അജിത്ത്. തനിക്ക് ഇത്തരത്തിലൊരു ഡീലില്ല എന്നും താൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ലെന്നും ദലാൽ നന്ദകുമാറുമായി 3 തവണ മാത്രമാണ് താൻ സംസാരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ദലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും ദലാൽ നന്ദകുമാറിനെതിരായി 2 കേസുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിനുശേഷം മറ്റൊരു ഓൺലൈൻ മാധ്യമവുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ആവശ്യത്തിന് ആ സമയത്ത് ജാമ്യമെടുക്കാനായി, ഒരു പ്രതിക്ക് വേണ്ടി ജാമ്യമെടുക്കാനായി പോയപ്പോൾ ആ പ്രതിയുമായി ബന്ധപ്പെട്ട് അയാൾ അത്ര ഇന്നസെന്റ് അല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് തന്നെ വിളിച്ചിരുന്നതെന്നും ശാസ്ത്രമംഗലം അജിത്ത് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ അടുത്ത ദിവസം ദലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ ഉന്നയിച്ചൊരു ആരോപണം, ശാസ്ത്രമംഗലം അജിത് കുമാറിന് വേണ്ടി CBIയുടെ അഡ്വക്കേറ്റ് ആകാമെന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ വാങ്ങി അനിൽ ആന്റണിക്ക് കൊടുത്തു. ആ ഡീലായിരുന്നു അനിൽ ആന്റണിയുമായി നടത്തിയത്. അത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. അതിനുശേഷം അത് PJ കുര്യൻ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ദലാള് ഈ നന്ദകുമാർ ഞാൻ പുള്ളിക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പിന്നെ അത് പറഞ്ഞിട്ടില്ല. അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് അതെ ഞാൻ പുള്ളിക്ക് ദലാൽ ആന്റണിക്ക് ഇത് നന്ദകുമാറിന് പൈസ കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ എൻ്റെ പേര് എന്തിനാ ഇതിനകത്ത് വലിച്ചടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഒരിടത്തും ഞാൻ പുള്ളിക്ക് പൈസ കൊടുത്തതായിട്ടോ ഈ CBI സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സഹായം വേണമെന്ന് പറഞ്ഞ് പുള്ളിയെ സമീപിച്ചതായിട്ടോ ഒരിടത്തും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ല. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള അറിയാമോ? രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി ഇങ്ങനെ ഇതേ കാര്യം, ഇപ്പോൾ ഷീല പറഞ്ഞ ഇതേ കാര്യം പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലിട്ടിരുന്നു, ഇതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ അജിത് കുമാറാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആ പോസ്റ്റിന് റിപ്ലൈ ഇട്ടു. ഷീല കണ്ടിട്ടുണ്ടോ റിപ്ലൈ? അതിനാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. കാരണം ഞാൻ CBI സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വരുന്നത്, CBIക്ക് ആദ്യമായിട്ട് CBIക്കാർ എനിക്ക് ഓഫർ വരുന്നത് 2011 2011 CBIക്ക് എനിക്ക് ഒരുപാട് ഡിഫൻസ് കേസസ് ഉണ്ട് ട്രയൽ സൈഡിൽ. അപ്പോൾ അവർ CBIക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അവർ ഈ ഡിഫൻസ് ചെയ്യുന്ന ആൾക്കാരെ അവർ നമ്മുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ പാനൽ പ്രോസിക്യൂട്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ഇൻവിറ്റേഷൻ തരും. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അവരുടെ പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ടേംസ് അനുസരിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന കേസുകൾക്ക് നമുക്ക് പേയ്മെൻറ്റ് തരും. അപ്പോൾ എനിക്കന്ന് അങ്ങനെ 2011 എനിക്ക് CBI ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഞാനന്ന് നമ്മുടെ ഹൈക്കോടതിയിലെ രാമപിള്ള സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ രാമപിള്ള സാറിന് ഇട്ടു, എടാ നീ ഇതിന് പോകരുത്, കാരണം നിനക്ക് ആകെപ്പാടെ ഒരു കേസ് അവർ തരും, ആ ഒരു കേസ് നീ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് CBIക്ക് എതിരെ കേസെടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് അത് അബദ്ധമാണ്, അതുകൊണ്ട് പോകരുതെന്ന് പറയും. അങ്ങനെ ഞാൻ ആ ഇൻവിറ്റേഷന് ഞാൻ റെസ്പോണ്ട് ചെയ്ത് ഞാൻ പോയില്ല. അതിനുശേഷം 2018 മോഡി ആണ് അധികാരത്തിൽ. 2014 മോഡി അധികാരത്തിൽ വരുന്നത്. 2018 മോഡിയാണ് അധികാരത്തിൽ. അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന അമിത്ഷായാണ് ഹോം മിനിസ്റ്റർ ആയിരുന്നത്. അപ്പം CBI പ്രൈം മിനിസ്റ്ററുടെ പോർട്ട്ഫോളിയോ ആണ്. പ്രൈം മിനിസ്റ്ററുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. പ്രൈം മിനിസ്റ്റർ പോർട്ട്ഫോളിയോയിലാണ് ഇത് വരുന്നത്.
അപ്പോൾ അന്ന് ഇതുപോലെ CBIയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽസിന് വേണ്ടി ആപ്ലിക്കേഷൻസ് വന്നു. അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് ഹൈക്കോർട്ടിൽ ഉണ്ടായിരുന്നത് ചന്ദ്രശേഖര പിള്ളയാണ്, റിട്ടയർഡ് CBI സ്പെഷ്യൽ ജഡ്ജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എക്സ്റ്റൻഷനിൽ നിൽക്കുക. അപ്പോഴാണ് CBIക്കാരെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഐ വാസ് ഓൾസോ ആൻ ആപ്ലിക്കൻ. എന്നിട്ട് അവർ എറണാകുളത്ത് വെച്ച് അവരുടെ എറണാകുളത്ത് ഒരു ഓഫീസുണ്ട്, അവർക്ക് SP സൂപ്രണ്ട് ഓഫ് CBIയുടെ ഓഫീസുണ്ട്. അവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഐ വാസ് ഓൾസോ വൺ അമംഗ് ദ കാൻഡിഡേറ്റ്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ഇറ്റ്. അപ്പം അന്ന് എൻ്റെ ക്ലാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ ക്ലാർക്ക് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, സോർസൻ എന്നാണ് പേര്. ഇത് അവനോട് ചോദിച്ചാൽ അറിയാം. അവൻ എന്നോട് പറഞ്ഞു, സാർ എന്ത് ഉദ്ദേശത്തില്ല ഇതിന് പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ CBI സ്റ്റാൻഡിംഗ് കൗൺസിലിന് പെർ കേസിനല്ല ഫീസ്, അപ്പിയറൻസിനാണ് ഫീസ്. അപ്പോൾ എത്ര കേസുണ്ടായില്ലെങ്കിൽ എത്ര കേസുണ്ടായാലും കേസുള്ള ദിവസം നിങ്ങൾക്ക് 10,000 രൂപ തരും. കേസില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തരികയില്ല. പിന്നെ 20,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് റീറ്റേൺ ഫീ തരും, 20,000 രൂപ. അപ്പം മാക്സിമം നമുക്കൊരു ഒരു മാസം ഒരു 20 ദിവസമൊക്കെ വർക്കിംഗ് ഡേയ്സ് കിട്ടത്തുള്ളൂ. 20 ദിവസവും അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 18 ദിവസം, ഒരു 17 ദിവസം മാത്രമേ പോസ്റ്റിങ്സ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസ്റ്റിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം കിട്ടാവുന്ന തുകയെന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷം രൂപ വരും. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കിട്ടുകയില്ല. അപ്പം അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ക്ലാർക്ക് വിളിച്ചു പറഞ്ഞു, സാറിനറിയാം നമ്മുടെ ഓഫീസിൽ ഏകദേശം 10-33 CBIക്കുള്ള ഡിഫൻസ് കേസസ് ഉണ്ട്. എങ്ങനെ പോയാലും ഒരു CBIയുടെ ഡിഫൻസ് കേസിനകത്ത് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ഒരു സാധാരണ ഒരു വക്കീലിന് ഫീസ് മേടിച്ചുകൂടെ ട്രയൽ കേസിന്? അതെ. അപ്പോൾ എനിക്ക് 25 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ ആകാൻ വേണ്ടി അത്രയ്ക്ക് മണ്ടറാണോ ഞാൻ? എനിക്കെൻ്റെ വല്ല ആവശ്യമുണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ പോയി 3 വർഷം നിന്നു. 6542 കേസ് ലിസ്റ്റ് തീർത്തിട്ടുണ്ട്. അതിൻ്റെ CBIക്ക് എൻ്റെ ഇത് കൊടുത്തു. ഞാനൊരു എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഐ എം ഇൻ ടു പ്രൈവറ്റ് പ്രാക്ടീസ്. അല്ലാതെ എനിക്കതിൻ്റെ ദല്ലാൽ നന്ദകുമാറിൻ്റെ പരിചയമുണ്ടോ? ദല്ലാൽ നന്ദകുമാറിനെ എനിക്കറിയാവുന്നത്, ഐ തിങ്ക് ദല്ലാൽ നന്ദകുമാറും CBIയിലെ അന്നത്തെ SP ആയിരുന്ന നന്ദകുമാറുണ്ടല്ലോ, നന്ദകുമാറുമായിട്ടൊരു 2-3 കേസസ് ഉണ്ടായിരുന്നു. ആ കേസിനകത്ത് ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫോർ ഇദ്ദേഹത്തിന് വേണ്ടി. ആർക്ക് വേണ്ടി? നന്ദകുമാറിന് വേണ്ടി. അതായത് CBIയുടെ സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദകുമാർ. അദ്ദേഹം ഇപ്പം റിട്ടയർ ചെയ്തിട്ട് ഈ ഗോട്ട് IPS. നൗ ഈസ് ഇൻ ദി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചാൽ അറിയാം. പുള്ളിക്ക് വേണ്ടി ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട് എഗൻസ്റ്റ് ദല്ലാൽ നന്ദകുമാർ. ഐ ഗോട്ട് ദോസ് പെറ്റീഷൻ ഡിസ്മിസ്. അല്ലാതെ എനിക്ക് പുള്ളിയായിട്ട് പിന്നെ അതുപോലെ ഐ തിങ്ക് ഹി ഫയൽഡ് എ പെറ്റീഷൻ എഗൻസ്റ്റ് യൂസഫ് അലി, മറ്റേ സ്വപ്ന കേസോട് ബന്ധപ്പെട്ട്. ആ സമയത്ത് ഐ വാസ് ദി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഫോർ ദി DRI ആൻഡ് ദ കസ്റ്റംസ്. ഐ അപ്പിയർഡ് ഫോർ ദി കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് ദാറ്റ് പെറ്റീഷൻ വാസ് ഓൾസോ ഡിസ്മിസ്ഡ്. അങ്ങനെ 2 ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് പിന്നെ ദല്ലാൽ നന്ദകുമാർ ഹാസ് കോൾഡ് മീ. ഈ ഷാജൻസ് കറിയായില്ലേ, ഷാജൻസ് കറിയക്കെതിരെ കേസ് വന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു നമ്പൂതിരി ഉണ്ടല്ലോ, സുദർശൻ നമ്പൂതിരി, കൂവൻറ്റിൻ സൈഡ്. അപ്പം സുദർശൻ നമ്പൂതിരി അകത്ത് പോയപ്പോഴത്തേക്ക് ദാറ്റ് ബെയിൽ ആപ്ലിക്കേഷൻ കെയിം അപ്പ് ബിഫോർ ഹണി വർഗീസ്, എറണാകുളത്തെ ഡിസ്ട്രിക്ട് ജഡ്ജ്, സെഷൻ ജഡ്ജ്. അപ്പോൾ അതിനകത്ത് ഐ വാസ് എൻഗേജ്ഡ് ബൈ ഷാജൻസ് കറിയ. അപ്പം സുദർശൻ നമ്പൂരിക്ക് വേണ്ടി ഞാൻ മൂവ് ചെയ്തപ്പോഴത്തേക്ക് ദല്ലാൽ നന്ദകുമാർ കോൺടാക്റ്റഡ് മീ. ദെൻ ഹി ടോൾഡ് മീ ദാറ്റ് ദിസ് ഫെല്ലോ ഈസ് ടോട്ടലി ഇന്നസെൻറ്റ്, അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ലെറ്റ് മീ സീ, കോടതിയിലെ ജാമ്യം തരുന്നത്, നമുക്കിപ്പം യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ഓഫ് ബെയിൽ, അപ്പോൾ നോക്കട്ടെ, ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ആ കേസിന് അപ്പീർ ചെയ്തു. ആ കേസിനകത്ത് എനിക്ക് ഷാജൻസ് കറിയ ഫീസും തന്നു. താൻ സ്റ്റാൻഡിംഗ് കൗൺസിലായ സമയത്ത് BJP ആണ് അധികാരത്തിലുള്ളതെന്നും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ് അധികാരത്തിലുള്ളതെന്നും താൻ അത്തരത്തിലുള്ള ശ്രമവും നേരത്തെ നടത്തിയിട്ടില്ല എന്നും വ്യക്തമായി പറയുകയാണ് ശാസ്തമംഗലം അജിത്ത്. തനിക്ക് രാഷ്ട്രീയപരമായ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും താൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ പഴയകാലം മുതൽ ആ രാഷ്ട്രീയ പാർട്ടിയുമായി ആഭിമുഖ്യമുള്ള ആളാണെന്നും അത് പരസ്യമായ രഹസ്യമാണെന്നും അദ്ദേഹം തുറന്നും പറയുന്നുണ്ട്. ഏതായാലും ദല്ലാൽ നന്ദകുമാർ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും കഴിഞ്ഞ ചൊവ്വാഴ്ച അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെ കാണാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല BJPക്ക് ഈ വിഷയത്തിൽ BJPയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയെ കുറ്റം പറയാനോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിയില്ല. അനിൽ ആന്റണി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തന്നെ അനിൽ ആന്റണിയുടെ പിതാവിൻ്റെ കാലത്ത്, അനിൽ ആന്റണിയുടെ പിതാവായിരുന്ന AK ആന്റണിയുടെ കാലത്ത് പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും AK ആന്റണിയിലേക്ക് തന്നെയാണ്, AK ആന്റണിയുടെ അഴിമതിരഹിത ഇമേജ് ഒക്കെയാണ് കളങ്കപ്പെടുന്നത്. അത് കോൺഗ്രസിന് തന്നെയാണ് ദൂഷ്യമുണ്ടാക്കുക, അത് കോൺഗ്രസിന് തന്നെയാണ് ഫലത്തിൽ ദ്രോഹമുണ്ടാക്കുന്നതും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ആ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അന്ന് തന്നെ അനിൽ ആന്റണി വെല്ലുവിളിക്കുകയും ചെയ്തു, ആരോപണങ്ങൾ തെളിയിക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ശാസ്തമംഗലം അജിത്തുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ഡീലില്ല എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ശാസ്തമംഗലം അജിത്ത്.